Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 28 ഡിറ്റർമിൻ ദ ലിമിറ്റ്സ് ഓഫ് ദി ഫോളോവിങ് സീക്വൻസസ്. ഈ തന്നിരിക്കുന്ന സീക്വൻസുകളുടെ ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് ഓഫ് 4n² + n - 2n. ഈ റൂട്ട് വരുന്ന കേസിൽ നമ്മൾ മോസ്റ്റ് കേസും അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. നോക്കൂ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ കോൺജുഗേറ്റ്. നോക്കൂ, ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈൻ കൊടുക്കാം. നോക്കൂ, ഇവിടെ ഇതേ ടേം ഞാൻ എഴുതി, പക്ഷെ ഇവിടെ നോക്കൂ ഓപ്പോസിറ്റ് സൈനുള്ള ടേം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ അതിന്റെ താഴെ ഡിവൈഡ് ചെയ്തു, അപ്പൊ ബാലൻസ് ആയി. ഇത് നോക്കൂ, ഇത് ഏത് ഫോമിലാണുള്ളത്? ഇത് എ എന്നുള്ള ഒരു ടേം ആയിട്ട് നമുക്ക് എടുക്കാം. എ. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ 2n ഞാൻ ബി ആയിട്ട് എടുക്കും. അപ്പൊ ഇത് a - b ഫോമിലായിട്ട്. ഓക്കെ, ഇൻറ്റു നോക്കൂ, ഇതിവിടെ ഇതിന് നമ്മൾ എടുത്തത് a എന്നാണ്, അപ്പൊ ഇത് a ആണ്. ഓക്കെ, ഈ നോക്കൂ, ഇവിടെ പ്ലസ് ആണുള്ളത്, ഈ 2n നമ്മൾ എടുത്തത് b എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് a - b ന്റെ a + b ഫോമിലായി. a - b ന്റെ a + b നമുക്കറിയാം a² - b² എന്ന് എഴുതാം. അപ്പൊ a² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റൂട്ടുള്ള ടേമിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് പോയിട്ട് 4n² + n കിട്ടും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്. b² എന്ന് പറയുമ്പോൾ ഈ 2n ന്റെ സ്ക്വയർ, അത് 4n². ഓക്കെ, ഇനി ഇത് തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ a² - b² എന്ന് എഴുതിയത്. ഡിനോമിനേറ്ററിലെ ടേം ഇതാ അതേപോലെ അവിടെ ഉണ്ട്. ഇനി നോക്കൂ, ഈ 4n² -4n² ക്യാൻസൽ ആയി പോകും. ബാക്കി ഇവിടെ n ഉണ്ടാകും മേലെ, ഡിനോമിനേറ്ററിൽ ഇതേ ടേം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ n. കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. ഓക്കെ, നോക്കൂ, ഈ 2n നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ഇനി ഇവിടെ റൂട്ടുള്ള ടേംസിനെ നമ്മൾ n കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, അത് n² ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിന്റെ ലോജിക് ഇതാണ്. നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റൂട്ട് n ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ടുള്ള ടേമിൽ നമ്മൾ ആ ടേമിന്റെ സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4n² / n² ഇവിടെ 4 എന്ന് വരും. ഇവിടെ n/n² 1/n വരും. നമുക്ക് മൊത്തത്തിൽ ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈ 1-ന്റേത് 1 തന്നെയാണ് ലിമിറ്റ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഈ റൂട്ട് ഓഫ് 4 + 1/n ഈ 4ന്റെ ലിമിറ്റ് അത് തന്നെ, റൂട്ട് 4ന്റെ ലിമിറ്റ് റൂട്ട് 4 തന്നെ. ഈ 1/n ന്റെ ലിമിറ്റ് എന്താ വരിക? അത് 0 ആയി പോകും. ഓക്കെ, അപ്പൊ നമ്മളത് എഴുതില്ല. പിന്നെ ഈ 2ന്റെ ലിമിറ്റ് 2 തന്നെയാണ്. അപ്പൊ ഈ റൂട്ട് 4 എന്നുള്ളത് 2 ആവും. അപ്പൊ 1/2 + 2 എന്ന് പറയുമ്പോൾ 1/4 കിട്ടും. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? ലിമിറ്റ് 1/4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് n → ∞, റൂട്ട് ഓഫ് n² + 5n - n. റൂട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നോക്കൂ, ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇൻറ്റു റൂട്ട് ഓഫ് n² + 5n എടുത്തു. പിന്നെ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് ആയിട്ട് n എഴുതാം. ഇതേ ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. റൂട്ട് ഓഫ് n² + 5n + n. നോക്കൂ, ഇത് ഏത് ഫോമിലാണുള്ളത്? ഇതിന് നമ്മളൊരു a ആയിട്ട് എടുക്കാം, ഇത് നമ്മളൊരു b ആയിട്ട് എടുക്കാം. ഇത് a - b ആയി, ഇത് a ആണ്, ഇത് b ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണ്, ഇത് a + b ആയി. a - b × a + b നമുക്ക് a² - b² ഫോമിൽ എഴുതാം. ഇവിടെ a² എന്ന് പറയുമ്പോൾ ഈ റൂട്ടുള്ള ടേമിന്റെ സ്ക്വയർ. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ ഇതിന്റെ റൂട്ട് പോയിട്ട് n² + 5n വരും. b² എന്ന് പറയുമ്പോൾ ഈ n ന്റെ സ്ക്വയർ, n². ഡിനോമിനേറ്ററിലുള്ള ടേം ഇതാ അതേപോലെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ n² - n² ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇവിടെ 5n ഉണ്ടാവും, താഴെയുള്ളത് അതേപോലെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മൊത്തത്തില് ഇവിടെ n ആണ് ഏറ്റവും വലിയ പവർ, അതുകൊണ്ട് മൊത്തത്തിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5n n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, ഇവിടെ n നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. നമുക്കറിയാം റൂട്ട് ഉണ്ടെങ്കിൽ അതിനെ n² കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. n² നെ n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 5n നെ n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/n. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ 5ന്റെ ലിമിറ്റ് 5, 5/n ന്റെ ലിമിറ്റ് എന്തായി പോകും? 0 ആയി പോകും. സോ ഇവിടെ റൂട്ട് 1 വരും. റൂട്ട് 1 1 ആണ്. പിന്നെ ഇവിടെ പുറത്തൊരു 1 ഉണ്ട്, അത് എഴുതി. സോ 5/1 + 1 5/2. സോ ഇതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 5/2 ആയിരിക്കും.